ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? പുതിയൊരാഴ്ച തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റി ചാർട്ടിലോട്ടൊക്കെ വരാം. ഓക്കെ, ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇറാൻ ഇഷ്യൂ കോൺഫ്ലിക്റ്റിന് ശേഷം മാർക്കറ്റ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ മന്ത്ലി ചാർട്ട് നിഫ്റ്റിയുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ സെല്ലിംഗ്, അതായത് സ്ട്രെയിറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡേ ചാർട്ടൊക്കെ നോക്കുവാണെങ്കിൽ അറിയാം, ഒരു രക്ഷയില്ല. മാർക്കറ്റിന് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും, അപ്പ് സൈഡ് തരും, തിരിച്ച് അതിനേക്കാട്ടി ശക്തിയോടെ ഡൗൺ സൈഡ് വരും. ആൻഡ് മാർക്കറ്റിന് ഒരു ഡിമാൻഡ് എടുക്കാൻ പറ്റിയ ഒരു സോൺ 23,000 ആണ്. 23,000 ഈ ഒരു ഏരിയ ആണ് മാർക്കറ്റിൽ ഞാനൊരു ഹോപ്പ് വയ്ക്കുന്ന ഒരു സോണ്. ഒരു മാർക്കറ്റിൻ്റെ റീട്രേസ്മെൻറ്റിന് പോസിബിലിറ്റി ഉള്ള ഒരു സോൺ 23,000 to 22,890 എന്ന് പറഞ്ഞാൽ ആ സോണ് മാർക്കറ്റിൽ മേ ബി നമുക്കൊരു ഹോപ്പ് വയ്ക്കാവുന്ന ഒരു സോണാണ്. അപ്പം മാർക്കറ്റിന് ഇനി എന്താണ് മാർക്കറ്റിൻ്റെ ഒരു പോക്കെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഡോ ജോൺസ് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 200 പോയിന്റ്സിന് അപ്സൈഡ് ഉണ്ട്. S&P 500 നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും ഇപ്പോൾ ഡോ ജോൺസ് 200 പോയിന്റ്സിന് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ ടോട്ടൽ ക്ലോസിംഗ് നെഗറ്റീവിലായിരുന്നു. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ മാർക്കറ്റ്സും നെഗറ്റീവിലായിരുന്നു. ആൻഡ് ബട്ട് ഗിഫ്റ്റ് നിഫ്റ്റി 120 പോയിന്റ്സിൻ്റെ അപ്സൈഡ് കാണിക്കുന്നുണ്ട്. സോ കുറച്ചധികം ദിവസത്തിന് ശേഷം നമുക്ക് പോസിറ്റീവ്ലി നമുക്ക് മേ ബി ഇരിക്കാം. 127 പോയിന്റ്സിൻ്റെ അപ്സൈഡ് നിലവിലുണ്ട്. സോ മേ ബി മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരം. ആൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും പോർട്ട്ഫോളിയോസും എല്ലാം ഇപ്പോൾ നിലവിൽ നെഗറ്റീവ് ആയിരിക്കും. ബട്ട് ദറ്റ് ഡസൻ മീൻ അത് എങ്ങനെ തന്നെ തുടരുമെന്നല്ല. ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് എന്ന നിലയിൽ മീഡിയം ടേം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് എന്തായാലും ഉണ്ടാവും, ഒരു ക്രാഷ് സിറ്റുവേഷൻസ്. അപ്പോൾ നല്ല നല്ല കമ്പനികളിൽ ഹോൾഡ് ഓൺ ചെയ്യുക, ആവറേജ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഞാനൊക്കെ എന്നെപ്പോലുള്ളവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യം. നമ്മുടെ അലോക്കേഷൻ അത്രയും ശ്രദ്ധിച്ചായിരിക്കും. ഒരു ലിമിറ്റ് വിട്ടുള്ള അലോക്കേഷൻ നമ്മൾ ഒന്നിനും ചെയ്യത്തില്ല. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ അലോക്കേഷൻസ് ചെയ്യാറുള്ളൂ. കാര്യം ഇതുപോലത്തെ സിറ്റുവേഷൻസ് മുന്നിൽ കണ്ടാണ് ഇങ്ങനത്തെ ഘട്ടം ഘട്ടമായിട്ട് മാത്രം അലോക്കേഷൻ ശ്രദ്ധിക്കുന്നത്. അത് എത്ര ചെറിയ ക്യാപിറ്റലുണ്ടെങ്കിൽ പോലും, എത്ര വലിയ ക്യാപിറ്റലാണെങ്കിലും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റോക്സ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് 23,000 അല്ലെങ്കിൽ ഈ ഒരു ഏരിയ 23,000 എന്ന് പറഞ്ഞ സോണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കിന്ന് വാച്ച് ചെയ്യാം. അപ്പം എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റി അപ്സൈഡ് തരുന്ന സ്ഥിതിക്ക് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നും ഡിമാൻഡ് എടുത്ത് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിന്ന് നോക്കാം. സോ ഇപ്പോൾ ഇൻട്രാഡേ ലെവൽസ് നമുക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഇവിടെയും നമുക്ക് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മാർക്കറ്റിൽ എന്തായാലും കുറച്ചധികം പ്രതിസന്ധികളുണ്ട്. ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂസ്ലി നേരിടും. എന്തായാലും ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു സ്ട്രക്ചറിൽ ഒരു മാറ്റം വരാതെ നമുക്കിപ്പോൾ എടുത്ത് ചാടി കൂടുതൽ പൊസിഷൻസ് ഒന്നും എടുക്കാൻ കഴിയില്ല. എന്തായാലും ആദ്യം ഒരു 3% മൂവ്മെൻ്റ് എങ്കിലും അപ്സൈഡ് തന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നാൽ ഓക്കെ, നമുക്ക് പറയാം ശരി, മാർക്കറ്റിനെ ഒരു പോസിറ്റീവ് ബയസിലേക്ക് മാർക്കറ്റ് തിരിയുവാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു 3% മൂവ്മെൻ്റ് എങ്കിലും എനിക്ക് വേണം, എന്നാൽ മാത്രമേ ഞാൻ ഒരു പോസിറ്റീവ് ബയസിലേക്ക് ഞാൻ തിരിയത്തുള്ളൂ. ഒരു നല്ലൊരു അപ്സൈഡ്, ഒരു പോസിറ്റീവ് ബയസ് തന്ന് മാർക്കറ്റ് ഈ ഒരു കാര്യത്തിൽ വന്ന് റീട്രേസ് ചെയ്ത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തരാനായിട്ടുള്ള ഇൻറ്റൻഷൻ തന്നാൽ മാത്രമേ ഞാനൊരു ടോട്ടൽ പോസിറ്റീവ് ബയസിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആയിട്ട് മാത്രം കണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നിലവിൽ അത്യാവശ്യമുള്ള സ്റ്റോക്സ് എല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുവാണ്. മാർക്കറ്റിൻ്റെ റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല സ്റ്റോക്സ്, നല്ല കമ്പനികളും ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ന്യൂസസ് ഒരുപാടുണ്ട്. പക്ഷേ ഒമ്നിടെക് എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റിന് സ്ലൈറ്റ്ലി ഒരു ഫോളും റവന്യൂ റൈസും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഡാറ്റ പാറ്റേൺസിനുള്ളൊരു ഓർഡർ വന്നിട്ടുണ്ട് 258 കോടിയുടെ. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അദാനി പവറിന് ലെറ്റർ ഓഫ് അവാർഡ് വന്നിട്ടുണ്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന്. പിന്നെ വോർ എനർജീസ് ഒരു 10 GW ഇൻ്റഗ്രേറ്റഡ് ഇൻകോട്ട് ആൻഡ് വാട്ടർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി തുടങ്ങാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ. അതാണെങ്കിൽ ഒരു 6,200 കോടിയുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് വോർ എനർജീസ് അവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ദിലീപ് ബിൽക്കോൺ പുതിയൊരു ഒഡീഷയിലെ ബ്രിഡ്ജ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ ഒരു പ്രൊജക്റ്റ് 160 കോടിയുടെ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഓർഡർ ന്യൂസസ് ഫ്ലോയിങ് ആണ് മാർക്കറ്റിൽ. മാർക്കറ്റ് അതൊന്നും ഫോളോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പം മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ബിഡ് ഓഫേഴ്സ്, ഇതെല്ലാം കമ്പനികൾ കണ്ടിന്യൂസ്ലി നല്ല നല്ല ഓഫേഴ്സും കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കണ്ടിന്യൂ ചെയ്യുവാണ്. പക്ഷേ മാർക്കറ്റ് അത് ഹോൾഡ് ചെയ്യുന്നില്ല. ആ പോസിറ്റീവ് ബയസ് FIAസിനും DIAസിനും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിപ്പം ഈ ഒരു പോസിറ്റീവ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്സിൽ കാണത്തുള്ളൂ. ഇപ്പോൾ GMR എയർപോർട്ടിനെ നോക്കിയാൽ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബിഡറായിട്ട് വന്നിട്ടുണ്ട്. കാർഗോ ടെർമിനൽ 1 ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ. സോ
എന്താണ് അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസസ് ഫ്ലോയിങ് ആണ് മാർക്കറ്റിൽ. ബട്ട് എന്ത് ചെയ്യാനാണ്, നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ആ ഒരു സ്ട്രെങ്ത് വരാൻ ഇനിയും ടൈം എടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3% മൂവ്മെൻറ്റ് കിട്ടിയ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയാൽ ഞാൻ ഒരു പോസിറ്റീവ് ബയസിലേക്ക് വരും. അതുവരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈറ്റ് പൊസിഷൻസ് മാത്രം എടുത്ത് ചെറിയ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് മാത്രം നിൽക്കും. ആൻഡ് ഞാൻ മീഡിയം ടേം സ്റ്റോക്സ് എല്ലാം നിലവിൽ ഹോൾഡ് ചെയ്യുകയാണ്. കുറച്ച് 4 മാസം 3 മാസം അല്ലെങ്കിൽ 6 മാസത്തേക്കൊക്കെ പ്ലാൻ ചെയ്താണ് എടുത്തത്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്സ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാനാണ് ഞാൻ തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം കൂടുതൽ സ്റ്റോക്സ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എന്തായാലും മാർക്കറ്റിൻ്റെ നിലവിലെ അവസ്ഥ ഒന്ന് ചേഞ്ച് ആവട്ടെ, അതിനുശേഷം നമുക്ക് വളരെ ആക്റ്റീവായിട്ട് ട്രേഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു.